ഇപ്പം ഞാൻ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് വന്നു. ഇപ്പം ടൈം നോക്കിയാൽ 8:24 ആണ്. 8:24 ആണ്. സോ ഇപ്പോൾ ബാക്കിയുള്ള ചാപ്റ്ററിൻ്റെ ക്ലാസ് കൂടെ കണ്ടിട്ട് ഞാൻ നോട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഗൈസ് ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഒരു 9:59 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര നേരം ക്ലാസ് കണ്ട് തീർത്തു. ഇത്ര നേരമല്ല, കുറച്ചൊരു എത്ര മണി പറയാം, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ക്ലാസ് കണ്ട് തീർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ നോട്ട്സിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ ഇനിയും ഇത്രത്തോളം ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ സെറ്റായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ഒരു 5 മിനിറ്റ് കടന്നു വന്നിട്ട് പിന്നെ ഇപ്പോൾ ഒരു 10 മണിയായപ്പോൾ വീണ്ടും നമ്മൾ ഒരു 25 മിനിറ്റ് പഠിക്കുക, പിന്നെ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഓപ്പൺ എൻഡ് ക്ലാസ്സസും പിന്നെ ഈ ഒരു ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അൺഈക്വൽ ക്ലാസ്സസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. ഞാൻ മീനിലാണ് ഇരിക്കുന്നത്, അരിത്തമെറ്റിക് മീനിലാണ് ഇരിക്കുന്നത്. ഇനി മീഡിയൻ പഠിക്കാനുണ്ട്, മോഡ് പഠിക്കാനുണ്ട്, ക്വാർട്ടൈൽസ് പഠിക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയിലേക്ക് പോകാൻ. അതിൻ്റെ ക്ലാസ് കാണണം. എന്നിട്ട് പിന്നെ ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിൽ ലീവ് എടുത്തിട്ട് പഠിക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായത്. പിന്നെ എക്കണോമിക്സും ബിസിനസ്സും അക്കൗണ്ടൻസിയും ഈ 3 കോർ സബ്ജക്റ്റ് ഒരു വിധത്തിലാക്കി വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മൾ ഇന്നലത്തെ ടൈം ടേബിൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ എക്കണോമിക്സും ബിസിനസ്സും തീർക്കണമെന്നായിരുന്നു. പക്ഷേ ഇന്നലെ ബിസിനസ്സിൻ്റെ ഒരു ചാപ്റ്റർ മാത്രമേ ഞാൻ തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ, വേറൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നും പഠിക്കാൻ വിചാരിച്ചു. സോ ഇന്ന് ഞാൻ രാവിലെ തന്നെ ഒരു എക്കണോമിക്സിൻ്റെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടി തുടങ്ങിയിട്ട് ഒരു 9 മണിയാകുമ്പോഴേക്കും ഞാൻ ആ ക്ലാസ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ മിസ് തന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയും 60 പേജ് എന്തോ ബാക്കിയുണ്ട് ഇതാണ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറേ നേരം നോക്കി എനിക്ക് തന്നെ പേടിയായിപ്പോയി, എൻ്റെ ഇത്ര പാട് എഴുതാമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് സ്റ്റാറ്റി അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഇന്ത്യൻ എക്കണോമി പഠിക്കാൻ വിചാരിച്ചു. കാരണം ഇന്ത്യൻ എക്കണോമിയിൽ സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേ എഴുതാം, വാരി വലിച്ച് എഴുതാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഇന്ത്യൻ എക്കണോമി ഭയങ്കര ഇഷ്ടമാണ്. അത് സോഷ്യൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇന്ത്യൻ എക്കണോമി പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തുടങ്ങണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഇന്ത്യൻ എക്കണോമിയിലെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ തീർക്കാം. എന്നിട്ട് സ്റ്റാഡിയിൽ 2 ചാപ്റ്റേഴ്സ്, അതായത് 3 ചാപ്റ്റേഴ്സാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സ് കൂടെ തീർത്തിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് ഒരു വിധത്തിൽ നമ്മൾ ശരിയാക്കി വെക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബിസിനസ് നോക്കണം, ഒരു ലൈവ് കാണണം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നോട്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി കഴിഞ്ഞാൽ സെറ്റാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അക്കൗണ്ടൻസി രാത്രിയിലേക്ക് വെച്ചിട്ടുണ്ട്, നോക്കാം. ഓക്കെ, പിന്നെ നാളെ എന്തായാലും ഒരു കോംപ്രമൈസും ഇല്ല, ഇംഗ്ലീഷിൽ പഠിച്ചിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ശ്രദ്ധിക്കണ്ട. പിന്നെന്താണ്, അപ്പോൾ ഞാൻ കുറേ സംസാരിച്ച് സമയം കളയുന്നില്ല, പഠിക്കട്ടെ. ഇന്നെന്തോ ഒരു പഠിക്കാനുള്ള മൂഡ് വന്നിട്ടുണ്ട്, അപ്പോഴത്തേക്കും ഞാൻ മുഴുവൻ പഠിച്ച് തീർക്കട്ടെ. ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഒരു 11:55 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോഴാണൊന്നും ഈ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു തീർത്തതും. പഠിച്ചെന്നല്ല, ജസ്റ്റ് വായിച്ച് അതായത് ഇതിലൂടെ പോയത്, ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് പഠിച്ചു തീർത്തത്. അപ്പോൾ 1 മണിക്കൂർ സംതിങ് ഞാൻ എടുത്തു. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുത്തിട്ട് എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള ചാപ്റ്റർ ക്ലാസ് കാണണോ ഇല്ലെങ്കിൽ പഠിക്കണമെന്ന് നോക്കട്ടെ. ഓക്കെ,
അങ്ങനെ ബ്രേക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിക്കാനിരുന്നത് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ്. ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബിസിനസ്സിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അത് ഫുള്ളാക്കാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അക്കൗണ്ടൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കാണലായിരുന്നു. അപ്പോൾ അതും കണ്ടു. പിന്നെ അക്കൗണ്ടൻസിൻ്റെ ആ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തു. ഇപ്പോൾ സമയം ഒരു 8:12, 13 ആയപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ നോട്ടും വായിച്ചു കഴിഞ്ഞു, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. പിന്നെ ക്ലാസ്സും കണ്ടു കഴിഞ്ഞു. ഇനി തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് കാണണം, അതിൻ്റെ നോട്ട്സ് വായിക്കണം, പിന്നെ 3ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അങ്ങനെ 7 ചാപ്റ്റർ ഒന്ന് തീർക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം.